ഹലോ, എല്ലാവർക്കും നമസ്കാരം. നീ ഹാവ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചൈനയിലെ നമ്മുടെ നെയ്ബർഹുഡാണ്. ഞാനൊന്ന് രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നല്ല ഗാർഡനൊക്കെ ഉണ്ട്, ആളുകൾക്ക് നടക്കാനുള്ള നല്ല രീതിയിലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും ക്യാമറയൊക്കെ ഉണ്ട്. ഈ മരങ്ങൾ നിൽക്കുന്നതിൻ്റെ അടിയിലെന്ന് പറയുന്നത് പാർക്കിംഗ് ഉണ്ട്. അണ്ടർഗ്രൗണ്ട് പ്രത്യേകം വേറൊരു സെക്ഷനായിട്ടുണ്ട്. എല്ലായിടവും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്നു. ഇതെപ്പോഴും ഇങ്ങനെ വൃത്തിയാകാൻ സ്റ്റാഫൊക്കെ ഉണ്ട്. ഞാനിവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് വീഡിയോ എടുക്കുന്നതെന്ന് കരുതി ഒരാൾ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഇതിവിടുത്തെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രൗണ്ടാണ്, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള അത്യാവശ്യം വലിയ ഒരു ഗ്രൗണ്ട്. ആളുകൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഏരിയയാണ്. ഇവിടെ റോഡിൻ്റെ ഒരു സൈഡിലായിട്ട് നല്ല ഭംഗിയുള്ള കുറേയധികം ചെടികൾ നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ കുറേയധികം ചൈനീസ് ആളുകൾ ഇരുന്നിട്ട് റീൽസൊക്കെ എടുക്കുകയും ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്യുകയാണ്. നല്ല റോഡിൻ്റെ ഇരുവശത്തും നല്ല ഭംഗിയുള്ള പൂക്കളെല്ലാം വെച്ച് പിടിപ്പിക്കും. അത് ചൈനയിൽ കാണുന്ന നല്ലൊരു കാഴ്ചയാണ്. അപ്പോൾ ഇവിടെ കുറേയധികം ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇതെന്ന് പറയുന്നത് ആളുകൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു പാർക്ക് പോലെയുള്ള ഒരു വലിയ ഏരിയ ആണ് ഇതിൻ്റെ അപ്പുറം എന്ന് പറയുന്നത്. അപ്പം ഇന്നൊരു വീക്കെൻഡ് ഡേ ആണ്. അപ്പോൾ കുറേയധികം ആളുകൾ, കുട്ടികൾ ഒക്കെ ഇവിടെ വരാറുണ്ട്. അതായത് ഇതുപോലെ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നു, അവരത് എൻജോയ് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ കുറച്ചുകൂടി ആക്റ്റീവാണ് ഇവിടെ. എല്ലാവരും റീൽസൊക്കെ ഉണ്ടാക്കുന്നു. ഇത് കുറേയധികം ചൈനീസ് ആൻറ്റിമാരാണ്. അവർ തന്നെ ഇവിടെ വന്നിട്ട് നല്ല ലൊക്കേഷൻ നോക്കിയിട്ട് അവർ റീൽസ് എടുക്കുകയാണ്, ഫോട്ടോസ്. അവരവരുടെ ലൈഫ് വളരെയധികം എൻജോയ് ചെയ്യുകയാണ്. ഏജ് ആയിട്ടുള്ള ആളുകൾ, റിട്ടയർ ആയവർ, അങ്ങനെയുള്ളവരൊക്കെ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ഏജ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ നല്ല ആക്റ്റീവാണ്. ചൈനയിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് തുടങ്ങിയിരിക്കുന്നു. അതാണ് ഈ മരങ്ങളെല്ലാം മഞ്ഞ നിറത്തിൽ നിൽക്കുന്നത്. കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്ക് ഇലകളെല്ലാം കൊഴിയും. അപ്പോൾ ഇവിടെ ഒരു ട്വിൻസ് ബേബീസിൻ്റെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, രണ്ടുപേരും ഒരേ ഡ്രസ്സൊക്കെ ഇട്ട്. അപ്പോൾ അവരുടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. അതിൻ്റെ അമ്മയും മുത്തശ്ശിയുമാണ് കൂടെ നിൽക്കുന്നത്. ഇവിടെ ഒരു ചൈനീസ് ആൻറ്റി റീൽസൊക്കെ എടുക്കുകയാണ്. ഇവിടെ പ്രായമായവർ നല്ല ആക്റ്റീവാണ്. അപ്പോൾ അവർ റീൽസൊക്കെ എടുക്കുന്നു, ഫോട്ടോ സെഷൻ, അങ്ങനെ കുറേയധികം കാര്യങ്ങളാണ് ഇവിടെ. ഈ ഇലകളെല്ലാം ചുമന്ന നിറത്തിലായി ഇപ്പം കുറേയധികം. സോ അതൊക്കെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലതാണ്. ഇവിടെ ഒരു ചൈനീസ് അങ്കിൾ എന്തോ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് അത് വായിക്കുക. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഈ ചുമന്ന ചെടിയുടെ അടുത്ത് വന്നിട്ട് പലരും ഫോട്ടോസ് എല്ലാം എടുക്കുകയാണ്. ചിലർ റീൽസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. ഇവിടെ ഞാൻ കണ്ട ഒരു തമാശയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേയധികം ആൻറ്റിമാർ കരിയില പെറുക്കി കൂട്ടി വെച്ചിട്ട് ഒരു ക്യാമറാമാനുണ്ട്, ബാക്കി എല്ലാവരും കരിയിലൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് റീൽസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു. കാണുമ്പോൾ നല്ല ചിരിയായിട്ട് തോന്നി. പക്ഷേ അവർ നല്ല റീൽസ് ഉണ്ടാക്കുന്നുണ്ട്. ഇതെല്ലാം ചൈനീസ് ടിക്ടോക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിത് ആദ്യം കാണുമ്പോൾ നമുക്ക് ചിരി വരും. ഇവരെല്ലാം കരിയിലെല്ലാം എടുത്തിട്ട് എറിഞ്ഞ്, പക്ഷേ അവരവരുടെ ലൈഫ് എൻജോയ് ചെയ്യുകയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ചൈനയിലെല്ലാം തന്നെ.
ഏജ് ആയിട്ടുള്ളവർ അവരുടെ ലൈഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ജീവിക്കുന്നു. എല്ലാവരും അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചൈനയിലെ റോഡുകളൊക്കെ ഇങ്ങനെയാണ്. അതായത് ആളുകൾക്ക് നടക്കാനുള്ള നടപ്പാത എന്ന് പറയുന്നത് അത്യാവശ്യം വലുത് തന്നെയാണ്. പിന്നെ നല്ല നല്ല പാർക്കുകൾ, ആളുകൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ഇവിടുത്തെ മറ്റൊരു വലിയ ഗ്രൗണ്ടാണിത്. ഇവിടെയും അതുപോലെ തന്നെ ചെറിയൊരു സ്റ്റാച്ചുവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുകൾക്ക് ഇവിടെ നിന്നും ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല ഭംഗിയുള്ള ഒരു തരം വയലറ്റ് കളറിലെ പൂക്കളാണ്. അതിപ്പം തണുപ്പായത് കാരണം കുറച്ചൊക്കെ ഉണങ്ങിയതുപോലെ ആയി. എന്നിരുന്നാലും തന്നെ ഇവിടെ നിന്നും ആളുകളെല്ലാം ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഈ പൂവിൻ്റെ പേരെന്താണെന്നറിയില്ല. നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ തന്നെ എന്തായാലും. അപ്പോൾ ഇത് മറ്റൊരു റോഡാണ്. ഈ വലിയ പാർക്കിന് എതിർവശത്തായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചൈനയിലെ നെയ്ബർഹുഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. ഓക്കെ, ചൈനയിലെ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.